നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവായ ദൈവമേ, ഈ വർഷം അവസാനിക്കുന്ന ഈ അവസാനത്തെ ദിവസം 2024 ഞങ്ങളിൽ നിന്നും മറഞ്ഞു പോകുന്ന ഈ ദിവസം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഈ കഴിഞ്ഞ 365 ദിവസം കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും എല്ലാ അനുഗ്രഹത്തിനും ഈ നിമിഷം വരെയുള്ള ഞങ്ങളുടെ അവസ്ഥകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയോടൊപ്പം യാത്ര ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു വർഷം നമ്മളിൽ നിന്ന് മായുന്ന ഒരു ദിവസം, അവസാനത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇതുവരെ നമ്മൾക്കെല്ലാം ചെയ്തു തന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾക്കായിരിക്കാം. പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ ദൈവത്തെ സ്തുതിക്കുന്ന മക്കളായി നമ്മുടെ നാവുകൊണ്ട് ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ദൈവത്തോടു കൂടിയായിരിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുവചനം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പിതാവായ ദൈവം യേശുക്രിസ്തു വഴി തൻ്റെ മക്കളോട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് അല്ലെങ്കിൽ എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നുണ്ട്, നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമ്മൾക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈശോ മുന്തിരിവള്ളിയുടെ ഉപമ പറയുന്ന സമയത്താണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ എന്തു വേണേലും എന്നോട് ചോദിച്ചുകൊള്ളുക, ഇഷ്ടമുള്ളത് എന്തു വേണേലും ചോദിച്ചുകൊള്ളുക, ഞാൻ തരും. പക്ഷേ എന്ത് നമ്മൾ ചെയ്യണം? നമ്മൾ കർത്താവിൽ വസിക്കുകയും തായ്ച്ചെടിയായ ഈശോ എന്ന മുന്തിരിച്ചെടിയിലെ ശിഖരങ്ങളായിട്ട് നമ്മൾ ആ ചെടിയോട് ചേർന്ന് നിൽക്കുകയും ആ ചെടിയിൽ നിന്നും
നമുക്ക് വേണ്ട പോഷകങ്ങൾ വലിച്ചെടുത്ത് വചനത്തിൽ നിന്നും നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. കാരണം മുന്തിരിയുടെ പ്രധാന ചെടി ദൈവമായ കർത്താവ് തന്നെ. ആ കർത്താവിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ എന്തും നമുക്ക് ലഭിക്കും. ഭയമില്ലാതെ ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ നമുക്ക് സാധിക്കും. ആകയാൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, കഴിഞ്ഞ ഒരു കൊല്ലമായി നിങ്ങൾക്ക് ദൈവം തന്നതെല്ലാം നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നതിൻ്റെ ഫലമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. നമ്മുടെ കഴിവോ ബുദ്ധിയോ കൊണ്ട് നേടിയതല്ല ഒന്നും. ദൈവത്തോട് ചേർന്ന് നിന്നതിൻ്റെ പ്രതിഫലമാണ്. ദൈവം നമ്മൾക്ക് ഔദാര്യമായിട്ട് തന്നതാണ് ഓരോന്നും. ആ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾക്കായിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ 2024 നമ്മളിൽ നിന്നും പിന്നിടുന്ന ഈ നിമിഷം, ഈ ദിവസത്തിൻ്റെ അവസാനം വരെ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ നാവിൽ സ്തുതിക്കുന്ന ദൈവത്തെ സ്തുതികളോടെ നമ്മൾക്ക് കർത്താവിൻ്റെ മുന്നിലായിരിക്കാം. തന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കുക. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.